ഹായ് ഓൾ. ഹൈക്കോർട്ട് ഓഫീസ് അറ്റൻഡ് നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. 10ാം ക്ലാസ് യോഗ്യതയുള്ള ആൾക്കാരും അതുപോലെ ഡിഗ്രി ഇല്ലാത്ത ആൾക്കാർക്കുമാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുക. സോ ഞാൻ ഈ വീഡിയോയിൽ ആദ്യം തന്നെ പറയുന്നത് ഈ ഒരു എക്സാമിന്റെ പാറ്റേൺ എങ്ങനെയാണ്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, അതിനെക്കുറിച്ചാണ് ഞാൻ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ അതിൽ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് 50 മാർക്കിനാണ് ഈ ഒരു എക്സാമിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. അതുപോലെ മാത്സിന് 30 മാർക്കാണ്, 15 മാർക്ക് ന്യൂമറിക്കൽ എബിലിറ്റി, അതുപോലെ 15 മാർക്ക് മെന്റൽ എബിലിറ്റി, ഇങ്ങനെ 30 മാർക്കാണ്. ബാക്കി 20 മാർക്ക് ഇംഗ്ലീഷ് ആണ്. അപ്പോൾ ഈ ഒരു എക്സാം മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ ഞാൻ പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ ഫോക്കസ് ചെയ്യുന്നത് GK ആൻഡ് കറണ്ട് അഫയേഴ്സിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് തന്നെ അറിയാലോ, GK ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് 50 മാർക്ക് ആകുമ്പോൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ ഞാൻ പ്രധാനമായിട്ടും കറണ്ട് അഫയേഴ്സ് കുറിച്ച് പറയാം. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ആണ് ഇവിടെ, അതായത് ബാക്കിയുള്ള ടോപ്പിക്കിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഇവിടെ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ ഇടാൻ പറ്റുക എവിടെയായിരിക്കും? കറണ്ട് അഫയേഴ്സിലായിരിക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും GK ആണെങ്കിലും അവിടെ ഒരു സിസ്റ്റം ഉണ്ട്. നമുക്ക് എന്താണ് പഠിക്കാൻ, എന്താണ് ഒരു സിലബസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ഫോക്കസ് ചെയ്ത് പഠിക്കാം. പക്ഷെ കറണ്ട് അഫയേഴ്സിന്റെ കാര്യത്തിൽ നമ്മൾ മന്ത്ലി എത്ര പഠിച്ചാലും അവിടെ ഏതാണ് ഫോക്കസ് ഏരിയാസ്, എങ്ങനെ ചോദിക്കും, ഒരു ഹൈക്കോർട്ട് ഒരു ബേസ്ഡ് എക്സാം ആയതുകൊണ്ട് തന്നെ നമ്മൾ അത്തരം രീതിയിലുള്ള കറണ്ട് അഫയേഴ്സ് പഠിക്കേണ്ട ആവശ്യമുണ്ടോ, ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ നമുക്ക് വരും. സോ അതുകൊണ്ട് തന്നെ മറ്റുള്ള സബ്ജക്റ്റിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ഇനി എങ്ങനെ പഠിക്കാം എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ റീസെന്റ് ആയിട്ട് നടന്ന പല കോമ്പറ്റേറ്റീവ് എക്സാമിനെ നോക്കുന്ന സമയത്തും കുറച്ച് ഫോക്കസ് ഏരിയാസ് ഉണ്ടാവും. ഓക്കെ, അതായത് അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ അത് ഏതൊക്കെയാണെന്നാണ് ഞാൻ ആദ്യം ഈ വീഡിയോയിൽ പറയുന്നത്. സോ നിങ്ങൾ പ്രധാനമായിട്ടും കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട സ്പോർട്സ്. ഇനിയിപ്പോൾ ഇതിന് എക്സാം വരുമ്പോഴേക്കും ഇപ്പോൾ യൂറോ കപ്പ്, അതുപോലെ കോപ്പ അമേരിക്ക എന്നൊക്കെ പറയുന്ന ഫുട്ബോൾ ടൂർണമെന്റ് വരുന്നുണ്ട്. ICC ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഏരിയാസ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം. അതുപോലെ ഇന്ത്യയുടെ മിഷൻസ്, പ്രധാനമായിട്ടും ചന്ദ്രയാൻ, ആദിത്യ L1, ഇതാണ് കൂടുതലും ഫോക്കസ് ഏരിയാസ് എന്ന് പറയുന്നത്. പിന്നെ ഒരു കോടതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റിനെ കുറിച്ച് അത് GKയുടെ ഭാഗത്തും അതുപോലെ തന്നെ നമ്മൾ എന്താണ് നോർമലി ഒരു കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്തും ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒരു നിയമവുമായി ബന്ധപ്പെട്ട ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള കറണ്ട് അഫയേഴ്സ് പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം, ഇപ്പോൾ ലാസ്റ്റ് നടന്ന നാരി ശക്തൻ വന്ദൻ അധിനിയം എന്ന് പറയുന്ന ഒരു 106 ഭരണ ഭേദഗതിയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ എക്സാമിന് ചോദിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു എക്സാമിന് നമ്മൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഹൈക്കോർട്ട് ഓഫീസ് അറ്റൻഡ് എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിന് അഡ്മിഷൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ എക്സാം ഒക്കെ ഓൾറെഡി ഇപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്ന് ഡേറ്റ് എല്ലാം കഴിഞ്ഞു, അപ്ലൈ ചെയ്യുന്ന ഡേറ്റ് എല്ലാം കഴിഞ്ഞല്ലോ. അപ്പോൾ ആ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പോലത്തെ എക്സാമിൽ നല്ല റാങ്ക് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ. സോ അതുകൊണ്ട് നമ്മുടെ ആ ഒരു സ്ട്രാറ്റജി, ഒരു ഹൈക്കോർട്ട് ബേസ്ഡ് എക്സാം ആയതുകൊണ്ട് തന്നെ ആ ഒരു സ്ട്രാറ്റജി നമ്മൾ ഇവിടെയും യൂസ് ചെയ്യും. ഏതൊക്കെയാണ് ഫോക്കസ് ഏരിയാസ്, കറണ്ട് അഫയേഴ്സിൽ ഏതൊക്കെ ശ്രദ്ധിക്കണം, മാത്സിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്, എത്രത്തോളം ഡെപ്തിൽ പഠിക്കണം. കാരണം ഒരു ഡിഗ്രി ലെവൽ എക്സാം അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഒരു പരിധിയുണ്ട്, മാത്സിനൊക്കെ വരുന്നതിന് ഒരു പരിധിയുണ്ട്. അതെങ്ങനെ മനസ്സിലാക്കി പഠിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് താഴെ കൊടുത്ത നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കോഴ്സിന്റെ ഭാഗമാകാൻ പറ്റും. ഓക്കെ, ഇനി ഒട്ടും സമയം കളയരുത്. നിങ്ങൾ മനസ്സിലാക്കുക, കോമ്പറ്റീഷൻ ലെവല് മറ്റ് എക്സാമിനെ അപേക്ഷിച്ച് കുറവായിരിക്കും. കാരണം എന്തുകൊണ്ടാ, ഡിഗ്രി ഉള്ള ആൾക്കാരില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ജസ്റ്റ് +2 യോഗ്യതയുള്ള ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങൾക്കാണ് ഏറ്റവും, +2 എന്നല്ല, നിങ്ങൾ വർക്ക് ചെയ്യാൻ, അതായത് നിങ്ങൾ പരിശ്രമിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളും നിങ്ങളെ കൂടെയുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു മാർക്കിലേക്ക് നിങ്ങളെ എത്തിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഉടൻ തന്നെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമാവുക. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ സബ്ജക്റ്റും, ഇപ്പോൾ ജസ്റ്റ് ഞാൻ കറണ്ട് അഫയേഴ്സിനെ കുറച്ച് കാര്യങ്ങൾ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്, GK ടോപ്പിക്സുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജസ്റ്റ് പറയുകയാണെങ്കിൽ ഇപ്പോൾ പല ഉത്തരവ് അല്ലേ, ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു ഹൈക്കോടതി പുറപ്പെടുവിച്ചൊരു ഉത്തരവാണ് കളിസ്ഥലങ്ങളില്ലാത്ത സ്കൂളുകളൊക്കെ അടച്ചുപൂട്ടുന്ന ഉത്തരവിട്ട ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി. അപ്പോൾ അങ്ങനെ ഹൈക്കോടതികൾ എന്തെങ്കിലും ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം ഉത്തരവുകളൊക്കെ ചോദ്യമായിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു എക്സാമാണ്. സോ അതൊക്കെ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം. തീർച്ചയായിട്ടും ഞാനും നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി വരുന്ന ടോപ്പിക്കൊക്കെ, ഇനിയിപ്പോൾ മാത്സ് ആയാലും ഇംഗ്ലീഷ് ആയാലും എന്താണ് പഠിക്കേണ്ടതെന്നൊക്കെ ഓരോ ഫാക്കൽറ്റീസും നിങ്ങളോട് പറയും.
അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും നിങ്ങളെ കൂടെയുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒരു കാര്യം ചെയ്താൽ മതി, താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ഈ കോഴ്സിൻ്റെ ഭാഗമാവുക. സോ എന്തായാലും കൂടുതൽ വിവരങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.